നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കുള്ള ഐറ്റം കേട്ടോ. അത്യാവശ്യം കാഴ്ചയ്ക്ക് ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്ക് വരുന്ന സൈസ് മോഡലാണ്. ലിനൻ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും പ്യുവർ ലിനന്റെ അതേ ലുക്ക് തന്നെയാണ് കേട്ടോ. ചെറിയൊരു ബ്ലെൻഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ശരിക്കും ലിനൻ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷന് മെയിൻ ആയിട്ട് ആ ഒരു നെക്കിന്റെ പാറ്റേൺ ആട്ടോ അടിപൊളി. ഇങ്ങനത്തെ മോഡൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ചേരുന്ന പാറ്റേണാണ്. വീനക്കിൽ ഇങ്ങനത്തെ ഒരു മോഡൽ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി എപ്പോഴും തരും. അപ്പോൾ ഇത് ഫുള്ള് നല്ല ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഫ്ലോറൽ ഡിസൈനും ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം ഭയങ്കര രസമാണ്. ലൈറ്റ് കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ദുപ്പട്ടയും ഭയങ്കര അടിപൊളിയായിട്ടും കേട്ടോ. നമ്മുടെ നെറ്റ് കോട്ടയിൽ തന്നെ സിൽക്കി ടൈപ്പ് ഫാബ്രിക് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരും. സിമ്പിൾ ആയിട്ട് കിടക്കും. പക്ഷേ അതിനൊരു ലുക്ക് ഉണ്ട് താനും. കാരണം ഈ ഒരു ഫ്ലോറൽ ഡിസൈനിന്റെ കൂട്ടത്തിൽ പ്ലെയിൻ ആണ്, ഡബിൾ ഷെയ്ഡ് ആയിട്ട് ഇതുപോലെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡൽ ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിലും നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ തന്നെ നമുക്ക് 4000 എബോവ് നേരത്തെ വന്നിരുന്നു. അപ്പോൾ ആ ടൈപ്പിന്റെ തന്നെ അത്ര റേറ്റ് വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതാണ്. കാരണം ഈ ഒരു വർക്ക് കാണാൻ അതിന്റെ അതേ ലുക്ക് ആട്ടോ. 3000 4000 വരുന്ന ആ ഒരു ഫിനിഷിംഗ് തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. ബോട്ടം ഞാൻ കാണിച്ചില്ലേ, ഇതൊരു ബ്രൗൺ ഷെയ്ഡ്. അതിൻ്റെ അകത്ത് ഒരു ഫ്ലവറിന്റെ കളറാണ് കൊടുത്തേക്കുന്നത്. സാൻഡൻ ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് ഈ 829, റേറ്റ് 1890, 1890. ഇതിന്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ആഷ് കളർ വെച്ചാട്ടോ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ. അപ്പോൾ എല്ലാത്തിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് സെയിം തന്നെയാണ്. കളേഴ്സ് മാത്രം ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഡിസൈൻ്റെ ഇതുപോലെ ഒരു മൊത്തം ഫ്ലോറൽ വർക്കാണ് കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ ലിനൻ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ലുക്കും ഉണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ട ഡബിൾ ഷെയ്ഡ് ആയിട്ട് ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കാണ്. ഇതിനെ അത് കൂടിയ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് ഈ 831, 1890 റേറ്റ്, 1890. അടുത്ത് വരുന്നത് ഒരു ബ്രൗൺ കോമ്പിനേഷൻ ആട്ടോ. എല്ലാം റയർ കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലവർ പാറ്റേൺ ഒക്കെ ചെയ്തേക്കുന്നത് എന്നെ രസം എന്നറിയോ. അതായത് ഇതുപോലെയാണ് സെയിം ആ ഒരു ഫ്ലവേഴ്സ് ബ്രൗൺ ചെറുതായിട്ടൊരു ഗ്രീനിഷ് ബ്രൗൺ കളറിലാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലെ നെക്കിലെ വർക്കും ഒക്കെ അടിപൊളിയാട്ടോ. നല്ല രസമാണ്. പേളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഡാർക്ക് ബ്രൗണിൻ്റെ ഷെയ്ഡ്. നമ്പർ വരുന്നത് ഈ 832, റേറ്റ് സെയിം തന്നെയാണ്. അടുത്തത് ഇത് 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. നാലാമത്തെ കളർ ഇതാട്ടോ. സെയിം തന്നെ കളറിന് മാത്രം വ്യത്യാസം. ഇതിൻ്റെ അകത്ത് ഒരു ലാവൻഡറും ഓനിയൻ പിങ്കും കൂടെ മിക്സ് ആയിട്ടാണ് ഒരു ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കളറാണ്. എന്നാൽ ഭയങ്കര ഓവറായിട്ട് ഇതിനകത്ത് എല്ലാ ഷെയ്ഡ്സ് എല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ ഒരു ഫ്ലവേഴ്സിന് മാത്രം ഡാർക്കർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഡബിൾ ടോണിലാണ് ദുപ്പട്ട വരുന്നത്. ഇത് നല്ല സിൽക്കി കോട്ട തന്നെ കൂടിയ മെറ്റീരിയൽ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒതുങ്ങി കിടക്കും. നോർമലി കോട്ട എന്ന് പറയുമ്പോൾ തന്നെ സിൽക്കി കോട്ട എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പറന്ന് നിൽക്കുന്ന ഒരു ഫീൽ അല്ലേ. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല മെറ്റീരിയൽ ആട്ടോ. പിന്നെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്കിൽ ഈ ഒരു സെയിം ആ ഒരു ലാവൻഡർ ടൈപ്പ് കളറാണ്. നമ്പർ ഈ 830, റേറ്റ് 1890, 1890.